ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു റാഗി പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ അറേബ്യൻ കൺട്രീസിലുള്ള സ്ത്രീകളെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായി അവർക്ക് ഇങ്ങനത്തെ ഫേസ് പാക്കൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങളെ തെറ്റായ ധാരണ മാത്രമാണ്. എല്ലാവരും സ്കിൻ കെയർ ചെയ്യുന്നവരാണ്. അത് വെളുത്തവർ അല്ലെ കളറ് കുറഞ്ഞവർ അങ്ങനെയൊന്നുമില്ല. സ്കിൻ കെയർ എന്ന് പറയുന്നത് അത് വെളുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണെന്നുള്ള തെറ്റായ ധാരണ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത്. കാരണം സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതും ഫേഷ്യൽ ചെയ്യുന്നതും ഇനി മേക്കപ്പ് ഇടുന്നത് പോലും ഒരിക്കലും നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ടോ അല്ലെ വെളുത്തവർ മാത്രം ചെയ്യുന്ന കാര്യമോ അല്ല. അതൊരു സ്കിൻ കെയർ ആണ്. നമുക്കൊരു ഒരു നല്ലൊരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. ഇനിയിപ്പോൾ എല്ലാവരും കറുത്ത ആൾ ആയതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്നുള്ള അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും അതെല്ലാം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അത് ഇമ്പ്രൂവ് ചെയ്യണോ വേണ്ടിയോ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് കറുപ്പ് വെളുപ്പ് എന്നുള്ള വേർതിരിവൊന്നും പറഞ്ഞതല്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഈ അറേബ്യൻ സുന്ദരികൾ യൂസ് ചെയ്യൂല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഈ റാഗി പൗഡറാണ് മെയിനായിട്ട് അവർ ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം. ഇത് നമുക്കും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റാഗി പൗഡറാണ്. റാഗി പൗഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, മുത്താറിപ്പൊടി ചൊളാണ്ടിപ്പൊടി എന്നെല്ലാം പറയും. കുട്ടികൾക്കെല്ലാം കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊടിയില്ലേ, അതാണിത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഇതൊരു ടേബിൾ സ്പൂണോളം എടുക്കാം. ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അര ഗ്ലാസ് പാലൊന്നും വേണ്ടി വരില്ല. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പൊടി നമ്മൾ കലക്കിയെടുക്കുന്ന സമയത്ത് നല്ലോണം കുറച്ചൊന്ന് ലൂസായി കിട്ടണം. ഏകദേശം ഒരു കാൽ കപ്പും അതിലൊരു 3-4 ടേബിൾ സ്പൂണും കൂടിയും നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക എന്നാണെങ്കിൽ ആ ഒരു ഇത് കിട്ടും. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മളൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാല് വേണം. കുറച്ച് പാല് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് അടിക്ക് പിടിച്ചു പോവും. അതുകൊണ്ടാണ് കുറച്ച് നേരം ഒന്ന് കുറുകി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഇത്ര പാലോളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുകയൊന്നും ചെയ്യാത്ത പഴയ പാത്രം ഉണ്ടാവുമല്ലോ, നമ്മൾ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കാത്ത പഴയ കളയാൻ വേണ്ടി വെച്ച പാത്രം ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗ്യാസിൻ്റെ തീ വളരെ ചെറിയ ഇതിലിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല. ഹൈ ഫ്ലെയിമിലിട്ടാൽ വളരെ സിമ്മിലിടൂലേ നമ്മൾ, അങ്ങനെ ഇട്ടതിന് ശേഷം മാത്രമേ ഇത് ഇതാക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ചോവും. കണ്ടോ, ഞാനിത് ഒഴിക്കുമ്പോഴത്തേക്കന്നെ നല്ലോണം പതഞ്ഞ് വന്നത്. അപ്പോൾ തീ നല്ലോണം കുറച്ച് കൊടുത്തതിന് ശേഷം ഇത് ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് കൈവിടാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. കാരണം ഇത് നല്ലോണം തീ ഇതായി കഴിഞ്ഞാൽ അതപ്പോൾ തന്നെ അടിക്ക് പിടിച്ചു പോവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് എത്ര നേരം ഇതിങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഈ പാത്രത്തിൽ നിന്നും ഒരു ഇളകി വരുന്ന ഒരു ടൈം ഉണ്ടാവും. ആ പാത്രത്തിൽ നിന്ന് വരുന്ന ആ ഒരു പരുവാകുന്ന സമയത്ത് നമ്മളിത് നിർത്തണം. അപ്പം ഞാൻ കാണിച്ചു തരാം ഏത് സമയത്താണ് നിങ്ങളിത് തീ ഓഫ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ, പാത്രത്തിൽ നിന്ന് മെല്ലെ മെല്ലെ വിട്ട് വരുന്നത്. ഇതായിട്ടില്ല. കുറച്ചും കൂടി നേരം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് തീ ഓഫ് ചെയ്യേണ്ടത്. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ 1 മിനിറ്റൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടും. തീ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഏറ്റവും ലോ ആയിട്ടുള്ള ഇതിൽ വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിത് നിർത്താം കേട്ടോ. അതായത് നമ്മുടെ ഈ എന്താ പറയുക, പാത്രത്തിൽ നിന്ന് ഇളകി വന്ന ഒരു സമയം. അതിനുശേഷം ഇതിൻ്റെ ചൂട് ഒന്ന് തണിയണം. തണിഞ്ഞതിന് ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ നേരത്തെ അത് കലക്കിയെടുത്തില്ല, ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കോഫി പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഞെട്ടിക്കുന്ന റിസൾട്ട് തരുന്ന ഒരു കിഡിലൻ ഫേസ് പാക്കാണിത്. നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും ഇത് ഫേസിലേക്ക് തേച്ചിട്ട് കഴുകിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത സാധനമൊന്നും അലർജിയും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാനും പാടുള്ളൂ. അതിനുശേഷം ഫേസിലേക്ക് ഇതേപോലെ നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിന് ശേഷം ഇതുപോലൊന്ന് സാധാരണ വെള്ളത്തിൽ കഴുകി കളയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.